മനസ്സൊരു അത്ഭുതമാണ്, സംശയമില്ല. നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും മനസ്സിലൂടെയാണ്. പക്ഷേ ഈ മനസ്സിന് നമ്മളെ കുരുക്കാൻ ഒരുപാട് കെണികളും ട്രാപ്പുകളുമുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിൽ പെട്ടുപോകും. ഇത്തരത്തിൽ മനസ്സൊരുക്കുന്ന ഒരു കെണിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിതാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മളെ ഒരു യന്ത്രമാക്കി മാറ്റും. യാന്ത്രികമായി പോവും നമ്മുടെ ജീവിതം. ബോധമില്ലാത്ത ജീവിതം. ബോധമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവിതമില്ലാത്ത ജീവിതമാണ്. എന്തൊക്കെയോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തെറ്റുകൾ പറ്റുന്നത് വളരെ സ്വാഭാവികമാണ്. വളരെ വളരെ വലിയ തെറ്റുകൾ. പക്ഷേ ഇത് തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപാട് വൈകിപ്പോയി കാണും. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണിത്. കാരണം കഥയൊന്നാണെങ്കിലും ഈ കഥയിൽ നിന്നും നമുക്ക് ഒന്നിലധികം സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഞാൻ തന്നെ ഈ കഥയിൽ നിന്നും ഒന്നിലധികം അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നിലധികം സന്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ എന്നീ കഥ പറയാൻ കാരണം, നമ്മൾ മനസ്സിൻ്റെ അടിമയായി ഒരു യന്ത്രമായി മാറരുതെന്നും നമ്മൾ ബോധവാനായിരിക്കണമെന്ന സന്ദേശം ഈ കഥയ്ക്കുള്ളതുകൊണ്ടാണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സന്ദേശം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക. അത് വായിക്കാൻ എനിക്കും ഒപ്പം മറ്റ് വ്യൂവേഴ്സിനും വലിയ താല്പര്യമുണ്ട്. നമുക്കിനി കഥയിലേക്ക് പോകാം. 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു മഹാനഗരമാണ് അലക്സാൻഡ്രിയ. ഇവിടെ വളരെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. വളരെ വളരെ വലിയൊരു ഗ്രന്ഥശാല. ഒരിക്കൽ ഈ ലൈബ്രറിക്ക് തീ പിടിച്ചു. നിർഭാഗ്യവശാൽ ഇവിടുത്തെ മിക്ക പുസ്തകങ്ങളും കത്തി നശിച്ചു, ഒരെണ്ണം ഒഴിച്ച്. കാഴ്ചയിൽ വലിയ മതിപ്പൊന്നും തോന്നിപ്പിക്കാത്തത് കൊണ്ടാവണം ഈ പുസ്തകം ആരും ശ്രദ്ധിച്ചില്ല. അധികം താമസിയാതെ ഈ പുസ്തകം സാധാരണക്കാരുടെ മാർക്കറ്റിലെത്തി. ഒരു സാധാരണക്കാരൻ ഈ പുസ്തകം കണ്ടു. ഇയാൾ വലിയ വായനക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്തോ ഈ പുസ്തകം വാങ്ങണമെന്ന് അയാൾക്ക് തോന്നി. ബുക്കിന് വലിയ വിലയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ ആ പുസ്തകം വാങ്ങി. അയാൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കാത്ത കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കാഴ്ചയിൽ വലിയ മതിപ്പൊന്നും തോന്നിപ്പിക്കാത്ത ഈ പുസ്തകത്തിൽ വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് സംസാരിക്കുന്നത്. ഒരു മാന്ത്രിക കല്ലിനെ കുറിച്ച്. ഏത് ലോഹത്തെ ഈ കല്ല് സ്പർശിച്ചാലും ആ ലോഹം, ആ മെറ്റൽ സ്വർണമായി മാറും. സ്വാഭാവികമായും വായനക്കാരന് വലിയ ഇൻട്രസ്റ്റായി. അയാൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. പുസ്തകത്തിൽ കല്ലിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ആ കല്ല് കാണാൻ എങ്ങനെയാണ്? കാഴ്ചയിൽ ഇത് ഏതൊരു സാധാരണ കല്ലിനെ പോലെയാണ്. കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു പെബിളാണ്. പെബിൾ എന്നാൽ ഉരുളൻ കല്ലുകൾ. പുഴക്കരയിലും കടൽ തീരത്തുമൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്ന്. ഈ കല്ലിനെ തിരിച്ചറിയാനുള്ള വഴിയും പുസ്തകത്തിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു കല്ലെടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ തണുപ്പുണ്ടാവും. പക്ഷേ ഈ കല്ലിന് നേരെ തിരിച്ചാണ്. ഈ കല്ലെടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഇളം ചൂടാണ്. ഇതാണ് ആ കല്ല് തിരിച്ചറിയാനുള്ള മാർഗം. കല്ലിൻ്റെ ലൊക്കേഷനും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാൾ താമസിക്കുന്ന നാട്ടിൽ നിന്നും കുറച്ചധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് സീ എന്ന കടലെത്താം. ആ കടലിന് തീരത്തിലാണ് ഈ കല്ലുള്ളത്. ഇയാളൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ. ഇയാൾക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല. അത്രയും ദൂരം യാത്ര ചെയ്യാൻ കുറച്ച് പൈസ ആവശ്യമാണ്. ഇയാൾക്ക് ആകെയുള്ളത് ഒരു ചെറിയ വീടാണ്. ഇയാൾ ആ വീട് വിറ്റു. കിട്ടിയ പണം കൊണ്ട് ആൾ യാത്ര ചെയ്തു. പുസ്തകത്തിൽ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കാരണം കടൽ തീരത്ത് ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് ഉരുളൻ കല്ലുകളുണ്ട്. 1000-ഓ 10,000-ഓ അല്ല, ലക്ഷങ്ങൾ. ഭയന്നെങ്കിലും അയാൾ നിരാശപ്പെട്ടില്ല. അയാൾ അയാളുടെ അന്വേഷണം ആരംഭിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. വൈകുന്നേരമായി. ഇപ്പോഴത്തേക്കും അയാൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇതിപ്പോഴൊന്നും തീരുന്ന ജോലിയല്ല. 2, പരിശോധിച്ചതിന് ശേഷം കല്ല് താഴെയിട്ടാൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കല്ല് പരിശോധിച്ചതാണോ അല്ലയോ എന്നറിയാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അയാൾ ഒരു കാര്യം തീരുമാനിച്ചു.
ഒരു കല്ല് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെ കടലിലേക്ക് വലിച്ചെറിയുക. കല്ല് ചെറുതാണ്, വലിയ ഭാരമൊന്നുമില്ല, എറിഞ്ഞാൽ നല്ല ദൂരത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം മുതൽ അയാൾ പരിശോധന വീണ്ടും ആരംഭിച്ചു. ഇപ്രാവശ്യം ഒരു കല്ല് പരിശോധിച്ചു കഴിഞ്ഞാൽ അയാൾ അത് കടലിലേക്ക് വലിച്ചെറിയും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. 3 വർഷങ്ങൾ ഇപ്പോഴത്തേക്കുമായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 വർഷങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ കടൽ തീരത്ത് കല്ലുകൾ പെറുക്കി എറിയുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ അദ്ഭുത ദിവസം അയാളെ തേടിയെത്തി. അയാളുടെ മുന്നിൽ ആ മാന്ത്രിക കല്ലെത്തി. കഴിഞ്ഞ 3 വർഷമായി അയാൾ ഒരേ കാര്യമാണ് ചെയ്യുന്നത്. കല്ലെടുക്കുക, കയ്യിൽ വയ്ക്കുക, പിന്നെ കടലിലേക്ക് വലിച്ചെറിയുക. മാന്ത്രിക കല്ല് വന്നപ്പോഴും അയാൾ അത് തന്നെ ചെയ്തു. കല്ലെടുത്തു, കയ്യിൽ വെച്ചു, പിന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ചെയ്യുന്ന കാര്യമാണ്. അയാൾ യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. അയാളുടെ ബോധം നശിച്ചിരുന്നു. ഇതാണ് മനസ്സിൻ്റെ പ്രവൃത്തികൾ. മനസ്സിൻ്റെ അടിമയായിപ്പോയി കഴിഞ്ഞാൽ നമ്മളും ഒരു യന്ത്രത്തെ പോലെ ആയിപ്പോവും. നമ്മുടെ ബോധം നശിക്കും. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ബോധം കാണില്ല. നമ്മളിൽ മിക്കവരുടെയും കഥ ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും മനസ്സിൻ്റെ അടിമകളാണ്, ബോധമില്ലാത്തവരാണ്. നിങ്ങൾക്ക് മനസ്സിൻ്റെ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ബോധവാന്മാരായി മാറാൻ സാധിക്കട്ടെ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സന്ദേശം ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ, മറ്റെന്തെങ്കിലും അർത്ഥം മനസ്സിലായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കൂ. വായിക്കാനായിരിക്കും മറ്റ് വ്യൂവേഴ്സിനും താല്പര്യമുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ചാനലിലെ തന്നെ മറ്റൊരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളും ഒരു ബുദ്ധയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. തീർച്ചയായും വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുക.